ഗാന്ധി നടന്ന വഴിയിലൂടെ അവർ ആനന്ദതീർത്ഥ ആശ്രമത്തിൽ സന്ദർശനം നടത്തി. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലുണ്ട്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. കോഴിക്കോട് കേരള സർവോദയ മണ്ഡലം ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി നടന്ന വഴിയിലൂടെ പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂർ ആനന്ദതീർത്ഥ ആശ്രമത്തിൽ സന്ദർശനം നടത്തി. കോഴിക്കോട് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ഭാരവാഹികളായ ടി ബാലകൃഷ്ണൻ, കെ പി മനോജ് കുമാർ, മുജീബ് പുറായിൽ, സലീന്ദ്രൻ പാറച്ചാൽ, പി ഷംസീർ, ശ്രീകുമാർ തെക്കേടത്ത്, എൻ പ്രഭാകരൻ, മാണിച്ചാലിൽ തുടങ്ങിയവരാണ് ഗാന്ധിജിയുടെ പാദസ്പർശം കൊണ്ട് ധന്യമായ പയ്യന്നൂർ ആനന്ദതീർത്ഥ ആശ്രമത്തിൽ സന്ദർശനം നടത്തിയത്. കോഴിക്കോടും പയ്യന്നൂരും തമ്മിൽ ഗാന്ധിയിൽ പടുത്തുയർത്തിയ അതിശക്തമായ ഒരു ബന്ധമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ, ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ, കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം, ആ ചരിത്രം മനസ്സിൽ വീണ്ടും നിർമ്മിച്ചെടുക്കാനും ആ സ്പിരിറ്റ്, ആവേശം ഉൾക്കൊള്ളാനുമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആവേശം അത് ഗാന്ധിജിയുടെ മാത്രമല്ല, നവീന ഭാരതത്തിൻ്റെതാണ്, ധാർമ്മികതയുടേതാണ്, ആത്മീയതയുടേതാണ്. ആ അംശങ്ങളാണ് ഇന്ന് നമ്മുടെ ഭരണ സംവിധാനത്തിലും നമ്മുടെ സാമ്പത്തിക പുരോഗതിയിലും ഇല്ലാതായി പോകുന്നത്. അതിനെ തിരിച്ചു പിടിക്കാനും അതിൻ്റെ നേട്ടങ്ങൾ ഭാരതത്തിലെ ഈ 7.5 ലക്ഷം ഗ്രാമങ്ങളിൽ എത്തിക്കാനും നമ്മൾക്ക് കഴിയണം. എന്നാലേ നമ്മൾക്ക് ഗാന്ധിജിയോടുള്ള നമ്മുടെ കടപ്പാട് പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഗാന്ധിജിയുടെ കയ്യാൽ നട്ട മാവിൻ ചുവട്ടിൽ സംഘം ഏറെ സമയം ഓർമ്മകൾ അയവിറക്കി. ആശ്രമം ഭാരവാഹികൾ സംഘത്തെ സ്വീകരിച്ചു. ഇപ്പോൾ കേരളത്തിൽ ഗാന്ധിജി 5 തവണയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഗാന്ധി നടന്ന വഴിയിലൂടെ ഒരു യാത്രയാണ് ഞങ്ങൾ കോഴിക്കോട് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ശബരി ആശ്രമത്തിൽ, അതുപോലെ പാക്കനാർപുരത്തിലൊക്കെ സന്ദർശിക്കുകയുണ്ടായി. ഇതൊക്കെ നമുക്ക് പുതിയ ഒരു അനുഭവമാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഈ സ്വാമിജി ഇവിടെ ആനന്ദ തീർത്ഥ സ്വാമികൾ ഗാന്ധിജിയെ ഇവിടെ എത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ പരിപാവനമായ ഒരു ദർശനം ഈ മണ്ണിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഗാന്ധിജി ഇവിടെ നട്ട മാവ് തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആത്മചൈതന്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സ്വാമിജിയുടെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഏറെ അമ്പരപ്പോടു കൂടിയാണ് ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പഴയകാലത്തെ ഹിന്ദുമതത്തിലെ ജാതിക്കെതിരെ ഇത്ര ശക്തമായി പ്രതികരിച്ച ഒരു മനുഷ്യൻ, ഞാൻ മനസ്സിലാക്കിയത് അന്നത്തെ MA ഡിഗ്രിക്കാരനാണ് അദ്ദേഹം. ഏത് ജോലിയും കിട്ടുമായിരുന്ന സ്വാമികൾ തൻ്റെ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ, താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി എത്രമാത്രം പടവൊരുതിയിട്ടുണ്ട്. അവസാനകാലം ഗുരുവായൂർ അദ്ദേഹം അനുഭവിച്ച ഇപ്പോൾ പന്തി ഭോജനം അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദമൊട്ട് ഇന്ന് എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത് സ്വാമിജിയുടെ ആത്മസമർപ്പണമാണെന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇന്നിപ്പോൾ എല്ലാവർക്കും അവിടെ തൊഴാനും അതുപോലെ ഒരുമിച്ചായിരുന്ന ആഹാരം കഴിക്കാനൊക്കെ അദ്ദേഹത്തിന് നമുക്കൊക്കെ സാധിക്കുന്നുണ്ട്. അവിടുന്ന് ഏറ്റ അതിക്രൂരമായ ആക്രമണമാണ് അദ്ദേഹത്തിൻ്റെ മരണം പോലും സംഭവിച്ചതെന്ന് ചരിത്ര സാക്ഷ്യമാണ്. അപ്പോൾ അതുപോലുള്ള മനുഷ്യന്മാർ ഇവിടെ ജീവിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് തലയുയർത്തിപ്പിടിച്ച് ജീവിക്കുന്നത് എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇത്രയും അതാണ് ഞങ്ങളുടെ ഒരു ദർശനം. ഇനിയും ഞങ്ങൾ ഇങ്ങനെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ പവിത്രമായ മണ്ണിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സ്വാമി ആനന്ദതീർത്ഥൻ്റെ സമാധി മണ്ഡപവും പ്രാർത്ഥനാമുറിയും മറ്റും സംഘം വിശദമായി നോക്കിക്കണ്ടു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. IC Moon Ice Cream, a Janata Charitable Society product.